കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വർക്കാവാത്ത കോമഡി ഇരിക്കുന്ന ആള്. നിങ്ങൾ എല്ലാവരും ഭയങ്കര തമാശ പറയുന്ന ആളാ, പക്ഷെ ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല ഫണ്ണാന്ന് വിചാരിച്ച് തമാശ പറഞ്ഞിട്ട് മൂന്ന് പേരും ചില സമയത്ത് ചില സാധനം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തിനാ ഇത് നേരത്തെ എന്തോ അതെല്ലാവരുടെ വായിന്നും വരും. അങ്ങനെയാണ് കോമഡി, അങ്ങനെയാണ്. നമ്മള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, ചിലത് വീഴും ചിലത് വീഴൂല. അത് എന്റെ 90% വീഴാറുണ്ട്. ആറ്റില് വീഴാറുണ്ട്. അതാണ് വീഴുന്നത്. അതെന്ത് കോമഡിയായിരുന്നു. നിന്നെ പറഞ്ഞോണ്ട് എനിക്ക് തോന്നാത്തത് വലിയ കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതൊരു പാളിയ കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, സത്യം പറയാം. 90% വീഴാറുണ്ട്. നീ തലയും കുത്തി വീഴാറുണ്ട്, അല്ലാതെ വേറൊന്നുമില്ല. അത് കൊള്ളൂല. ഇതാണ് നമ്മൾ എറിയ, ചിലത് വീഴും ചിലത് വീഴൂല. അതെ, അതാ ഭയങ്കര കൗണ്ടർ അടിക്കുന്ന ആരോ ശരിക്കും. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുന്ന സമയത്ത് ഒരാളെ എറിയുണ്ടാവല്ലോ സ്ഥിരം, അങ്ങനെ കൂട്ടത്തിൽ ആരായിരിക്കും? ഇപ്പൊ ബേസിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്ന സാധനം വർക്കായാലും വർക്കായില്ലെങ്കിലും അതിനുശേഷം ഇവൻ ചിരിക്കും. അവൻ തന്നെ ചിരിക്കും, നമ്മൾ ചിരിച്ചു, അവൻ തന്നെ ചിരിക്കും. അപ്പൊ ഇവൻ വിചാരിക്കുന്നത് ഇവന്റെ കോമഡിക്കാ ചിരിച്ചത്. ഇവന്റെ കോമഡി കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു ചിരി, അതിലാണ് നമ്മൾ ചിരിക്കുന്നത്. ഓക്കെ, ശരി എന്നാ. പല പല നിലവാരമില്ലാത്ത കോമഡികൾ അവൻ തന്നെ അടിച്ചിട്ട് അവൻ തന്നെ ചിരിക്കും, ഓടും, ചാടും. ഷാന്റെ ഹ്യൂമർ ഏറ്റവും കൂടുതൽ വർക്കാവുന്നത് ഷാൻ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഷാന്റെ വായിന്ന് ചില സാധനം വരും, അത് ഭീകരമായിട്ട് വർക്കാവും. അത്തരം അവസ്ഥകൾ നിനക്ക് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരുപാട് തമാശ പറയാൻ പറ്റട്ടെ. നാളക്കൽ അയ്യോ, ഒരു അപ്രിസിയേഷൻ ആയിരുന്നോ? നിങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ തമാശകൾ സ്ക്രിപ്റ്റിൽ എഴുതുക അല്ലെങ്കിൽ സിനിമയിൽ ആഡ് ചെയ്യുക, അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല, അത്ര നിലവാരമുള്ള തമാശ ഞങ്ങൾ അടിക്കാറില്ല സാർ. ഇങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതെ, സിനിമയിൽ ആലോചിച്ച് എഴുതാറുള്ളൂ. സിനിമയിൽ നമുക്ക് ആലോചിക്കണമല്ലോ, അല്ലേ, വർക്കാവണമല്ലോ. നിങ്ങളിപ്പോ നിങ്ങള് വർക്കില്ലെന്ന് പറയണേ കോമഡി. അതങ്ങനെയാണ്, ഹ്യൂമർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചില സാധനം വർക്കാവും, ചിലത് വർക്കാവില്ല. ഓക്കെ, ശരി. അടുത്തത്, ഏറ്റവും കൂടുതൽ സെന്റ് അടിക്കുന്ന ആള്. പെട്ടെന്ന് വിഷമം വരാ, സങ്കടങ്ങൾ പറയാ, സെന്റി സ്റ്റോറികൾ പറയണ. ഈ കൂട്ടെന്ന് പറഞ്ഞ ഈ 3 പേരിലാണോ? അത് പുറത്തുനിന്നാ? പുറത്തുനിന്ന് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, രാഹുൽ. അറിയോ? എന്നതുകൊണ്ട് അമൽ. അഖില് എപ്പോഴും എന്നോട് പറയാറുണ്ട്, നിന്നോട് രാഹുൽ പറയാറുണ്ടല്ലേ? പറയാറുണ്ട്. ചോദ്യം ഞങ്ങൾക്ക് അറിയുന്നവരെങ്കിലും. ആ, അതല്ല ചോദിച്ചത്. ഇവിടെ ഉള്ളവരാരെങ്കിലും ആണോ? ഇവിടെ ഉള്ളവരാരും സെന്റി ഒന്നും അടിക്കാറില്ല. സെന്റി ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് പറയാറില്ല. ഞാനും ഷാനും മാത്രം ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. സെന്റി അങ്ങനെ അടിക്കാറില്ല. ബേസി ചില സമയത്ത് അവന് ഭയങ്കര സ്ട്രെസ് ഉള്ള സമയത്ത് അങ്ങ് റാൻഡ് ചെയ്യും. അപ്പൊ ഞാനിരുന്ന് ഇങ്ങനെ കേൾക്കും. സെന്റി അല്ല, ദേഷ്യമാണ്. ചീത്ത വിളിക്കും. ആരെങ്കിലൊക്കെ ചീത്ത വിളിക്കാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറയും. അപ്പൊ ഞാനിങ്ങനെ കേൾക്കും, ബേസി കുഴപ്പമില്ല, അതന്നെ സെന്റി അല്ല, അഗ്രഷൻ. ഭയങ്കര നിഷ്കളങ്കമായിട്ടാ പറയുന്നത്. ചത്തോട്ടെ. എന്തൊരു നിഷ്കളങ്കത. അയ്യോ, പറഞ്ഞില്ലല്ലോ. നിങ്ങൾ 3 പേരും റെസ്റ്റോറന്റിൽ പോവാ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഒരു ഫുഡ് അത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫുഡിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏത് ഫുഡ്? ഏത് ഫുഡാണ് അടി ഉണ്ടാക്കുന്ന ആള് ഫുഡിയാണ്. അടി ഉണ്ടാക്കുന്ന ഫുഡ് ചിലപ്പോ ബിരിയാണി. ഇന്നിപ്പോ ഉച്ചക്ക് ബിരിയാണി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. നമ്മൾ ഡയറ്റാണ് കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഹെൽത്തിയാണ് ഇപ്പോൾ എന്നും പറഞ്ഞിട്ട് പോയി ഉച്ചയ്ക്ക് ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നത് ബിരിയാണി, മലബാർ ബിരിയാണി. അപ്പോൾ വിനീതേട്ടൻ ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് ബിരിയാണി എടുത്തോണ്ട് ഷാനെ വേണമെങ്കിൽ പകുതി കഴിക്കുമല്ലോ അല്ലേ, കുറച്ച് അധികം എടുത്തോണ്ട് പകുതി കഴിക്കല്ലോ അല്ലേ. വിനീതണ്ണാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ഡയറ്റ് കണ്ടില്ലേ, മെലിഞ്ഞ് സുന്ദരനായിട്ടിരിക്കും. അപ്പൊ പകുതി കഴിക്കല്ലോ അല്ലേ ഷാൻ എന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോ പ്ലേറ്റിലൊന്നുമില്ല, 4 പീസ്
ഞാൻ അറിഞ്ഞില്ല, ഞാനും കഴിച്ചു പോയി. ഷാനിക്ക നോക്കിയിട്ട് ഇതിന്റെ പകുതിയാണോ എന്നോട് കഴിക്കാൻ എല്ലിന്റെ പകുതി 2 എല്ല്. ഞാനെന്താ പട്ടിയ അല്ല പുള്ളിക്കാരി വിനീതേട്ടൻ പറയണ ഫുഡിന്റെ കടകളും ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ ഒരു പുട്ടിന്റെ ഇപ്പോഴും അത് കറങ്ങിക്കൊണ്ട് നടക്കുക. ഈ ഫുഡ് ഇങ്ങനെ സെലിബ്രിറ്റീസ് ഒരു ഫുഡ് പറയുമ്പോൾ ഇന്ന റെസ്റ്റോറന്റിൽ ഇന്ന് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് കഴിക്കാൻ പോകും. അങ്ങനെ ഒരു പതിവുണ്ട് സോഷ്യൽ മീഡിയയില്. വിനീതേട്ടൻ ഓൾറെഡി ഞങ്ങൾക്ക് ഒരു പുട്ട് പറഞ്ഞു. നിങ്ങളൊരു ഫുഡ് സജസ്റ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കും. അവരുമായിട്ട് കൊളാബ് ഉണ്ടാവുമായിരിക്കും. പകുതി പൈസ എന്നാ പറയാം. നിങ്ങൾ പറയുന്ന ഫുഡ് ഞങ്ങൾ പോയി കഴിക്കുക. കാരണം ബേസിൽ ചേട്ടൻ പറഞ്ഞ ഫുഡാണെന്ന് നമ്മൾ പോയി കഴിക്കും. ഞാൻ പറയില്ല, എനിക്ക് പറ്റൂല. അങ്ങനെ ഒരാൾ വളരുന്ന ഇഷ്ടമല്ല. ഒരു രീതി ബേസി ഭയങ്കര ഡയറ്റ് വീട്ടിലുണ്ടാകുന്ന ഭക്ഷണമേ കഴിക്കാറുള്ളൂ, പുറത്തുനിന്ന് കഴിക്കില്ല. അയ്യോ അപ്പൊ ഇന്ന് ബേസിയുടെ ഒരു കുക്കുണ്ട്. നമ്മൾ അകത്തിരുന്നല്ലേ ചളിയാ മിസ്സായി പോയല്ലോ. ആറ്റിലൊരെണ്ണം കളഞ്ഞതാ. നിന്റെ കുക്കിന്റെ പേര് 90-ൽ 10. നിന്റെ കുക്കിന്റെ പേരെന്തായിരുന്നു? അശ്വിൻ. അവനുണ്ടാക്കുന്ന ഒരു ഉഗ്രം ഭക്ഷണം, ഒരു പ്രോൺസിന്റെ ഒരു പച്ച കളർ കറിയല്ലേ, നിർവാണ. ഒരു നിവൃത്തിയില്ല, നിർവാണൊക്കെ തന്നെ. പക്ഷെ കൊള്ളാം. അശ്വിൻ ഒരു പ്രൊമോഷൻ ആവട്ടെ. അതെ ആവട്ടെ. നന്നായിട്ട് കുക്ക് ചെയ്യും. കൊള്ളാം. നിങ്ങൾ കുക്ക് ചെയ്യോ ശരിക്കും? ഞാനോ? ചോദിച്ചോ. ഞാൻ കുക്ക് ചെയ്യും. നിന്റെ ചാട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരുവിധം എല്ലാം ഉണ്ടാക്കുന്നു. കുക്ക് ചെയ്യും. കാപ്പി കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ കോഫി, ഞാൻ ചായ കുക്ക് ചെയ്യും. ചില ഭക്ഷണം ഇവന്റെ നല്ല ഫുഡായിരിക്കും, പക്ഷെ ഇവൻ ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്കത് കഴിക്കാൻ തോന്നൂല. നിങ്ങൾക്ക് വേണോ അവക്കാഡോ? അവക്കാഡോ അത് പറയുന്ന കേൾക്കുമ്പോഴേ വേണ്ട അങ്ങനെ കഴിച്ചാൽ മതി. ഏതവക്കാട? അവക്കാടോ ടോസ്റ്റ്. അവക്കാടോ ടോസ്റ്റ്. അവക്കാണെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് എന്താ ഈ ആറ്റില് നമ്മൾ അല്ലേ? കൊടങ്ങോട്ട് ശരിക്കാണോ? ബൂമേഴ്സിന് ഇത് വർക്കാവില്ല. നമുക്ക് വർക്കാവും. ഇതൊക്കെ 90s, ഐ മീൻ 90s അല്ല, 90% വരുന്നത്. നിങ്ങൾ തകർന്നിരിക്കുന്ന സമയത്ത് എനർജി ബൂസ്റ്റ് അടിച്ചു തരുന്ന ആള്. അകന്നിരിക്കുന്ന സമയത്ത് തകർന്നിരിക്കുന്ന സമയത്ത് എനർജി ബൂസ്റ്റ് അടിച്ചു തരുന്ന ആള്. മറ്റേ ബൂസ്റ്റ് അല്ല, മറ്റേ ബൂസ്റ്റ് ഇല്ല, ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരാളില്ല. ആറ്റ് ബേസി പറ. തളർന്നിരിക്കുന്ന സമയത്ത് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ആള്. എനിക്കിടയ്ക്ക് വിനീതേട്ടൻ എനർജി ബൂസ്റ്റ് തരാറുണ്ട്. പിന്നെ സമീർക്ക തരാറുണ്ട്. ടൊവിനോ പക്ഷെ വിശ്വസിക്കാൻ പറ്റൂല. ഉള്ള ബൂസ്റ്റ് കൂടെ ചിലപ്പോ കളയും. ചത്തുപോട്ടാ ഇവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി മെച്ചോർഡായിട്ട് അങ്ങനെയൊന്നും പറയല്ലേ ബേസി, ഒക്കെ ശരിയാവും എന്നൊക്കെ പറയും. ചാവണം. നമ്മുടെ കൂടെ ചേരും അവൻ. അപ്പൊ ഉള്ള കോൺഫിഡൻസും കൂടെ പോകും. റേഞ്ച് ഒന്നുകൂടെ കൂടും. വാശി കയറ്റി വിടും അങ്ങോട്ട്. പിന്നെ എലിസബത്ത് ഭാര്യ ഭാര്യ ഒരേ മോഡുലേഷൻ ആയിരുന്നു. മുഖത്ത് ഭാവം ഉണ്ടായിരുന്നു. ആക്ടിങ് അത് പറയുകയും ചെയ്തു. ആക്ടിങ്. ഓ അവള് കേട്ട എന്ത് വിചാരിക്കുമല്ലേ? അത് മോഡുലേഷൻ ഒന്നാ അല്ല. താങ്ക്സ്. എനിക്കവൻ കാരണം എനിക്ക് ഓർമ്മയുള്ളത് തട്ടം കഴിഞ്ഞിട്ട് ഇപ്പം ആ സമയത്ത് എന്നോട് കുറേ പേര് പറഞ്ഞു തട്ടത്തിലെ പാട്ടൊക്കെ അടിപൊളിയാണ്, ഇനി ഷാൻ ഭയങ്കര ബിസി ആവാൻ പോവാണ് ഇൻഡസ്ട്രിയിൽ. ഒറ്റ പടം വന്നില്ല. അപ്പം
അപ്പം ഞാൻ നോക്കുമ്പോൾ അനുരാധത്തിൻ വേളയിൽ മുത്തുച്ചിപ്പിയൊക്കെ ഇങ്ങനെ എല്ലാവരും പാടുന്നുണ്ട്, പക്ഷെ പടമില്ല. അപ്പം എന്നെക്കാളും കൂടുതൽ ടെൻഷൻ അടിച്ചത് വിനീത. അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അളിയാ എന്തെങ്കിലും വന്നോ, ആരെങ്കിലും വിളിച്ചു. അപ്പം എന്നിട്ട് അവൻ തന്നെ സമാധാനിപ്പിക്കും, എടാ ഉണ്ടാവും, പ്ലാൻ ചെയ്യുന്നുണ്ടാവും ആരെങ്കിലും. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടുണ്ട്.